ഹായ് ഗൈസ്, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു നല്ല ബീഫ് കറി ഉണ്ടാക്കാം എന്ന് പഠിക്കാം. ബീഫ് കറിയോ ബീഫ് വറുത്തതോ ബീഫ് ഫ്രൈയോ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അനുസരിച്ച് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ആദ്യം ഇതിപ്പോൾ 1/2 കിലോ ബീഫാണ്. 1/2 കിലോ ബീഫിന് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വച്ച് നന്നായി കഴുകി എടുക്കുക. കഴുകി കഴിഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൊണ്ട് നമുക്ക് ഇത് ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. കുക്കർ ഇല്ലാതെ തന്നെ നമുക്ക് ബീഫ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനിതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ചൂടാക്കുകയാണ്. എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല, അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. നമുക്ക് കുറച്ച് സവാള, തക്കാളി, ഇഞ്ചി, പിന്നെ കുറച്ച് മുളക്, കരിവേപ്പില, പിന്നെ തക്കാളി 3 നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ആദ്യം നമുക്ക് സവാള അരിഞ്ഞ് മാറ്റി വയ്ക്കാം. നമുക്കിനി മസാല ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് മുളക്, 2 മുളക്, ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തക്കാളി ആവശ്യമുണ്ട്. പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ കൊള്ളാം. ചെറിയുള്ളിയും തക്കാളി, പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് എല്ലാം നമുക്ക് ഒരുമിച്ച് അരിഞ്ഞ് മിക്സിയോ ബ്ലെൻഡറോ ഉണ്ടെങ്കിൽ അതിലേക്കിട്ട് നമുക്ക് അതിനൊന്ന് അരച്ചെടുക്കണം. നമുക്ക് 1/2 കിലോ ബീഫാണെങ്കിൽ ഒരു 2 സ്പൂണ് മുളക്, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. കാരണം ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട് ബീഫിന് വേണ്ടി. അത്രയും എടുത്ത് വെക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് മിക്സിയിൽ വെച്ച് മസാല അടിച്ചെടുക്കുക. ആവശ്യമായ തക്കാളിയും മുളകും അരിഞ്ഞെടുത്ത് വെക്കുക. കൂടെ സവാളയും മാറ്റി വയ്ക്കുക. പാൻ എടുത്ത് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ഒഴിച്ച് ചൂടാൻ വയ്ക്കുക. എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുക്, കരിവേപ്പില, ചെറിയുള്ളി ഇടുക. നമുക്കിനി മാറ്റി വച്ചിരിക്കുന്ന സവാള എടുത്ത് നന്നായി വരട്ടി എടുക്കുക. നന്നായി അതൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ മാറ്റി വച്ചിരുന്ന തക്കാളിയും മുളകും കൂടി എടുത്ത് ഇപ്പോൾ ചൂടാക്കി വച്ചിരിക്കുന്ന സവാളയിൽ നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. എന്തായാലും നമ്മുടെ മസാല റെഡിയായി മാറ്റി നമ്മൾ വച്ചിട്ടുണ്ട്. നന്നായി നമുക്ക് ഇതിനെ മിക്സ് ചെയ്യണം. തക്കാളിയെയും മുളകിനെയും സവാളയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമ്മളുടെ മസാല കൂട്ടെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കിയെടുക്കുക. നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞളും മല്ലിയും വെച്ച് വേവിക്കാൻ വെച്ച ബീഫാണിത്. ഇത് നന്നായി വേവിക്കണം. ഒരു 3/4 മണിക്കൂറെങ്കിലും എടുത്ത് വേവിക്കുക. നന്നായി വേവ് വന്ന ശേഷം നമ്മൾ ആ ബീഫിനെടുത്ത് നമ്മളുടെ പാനിൽ വെച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ബീഫിൻ്റെ മസാല പിടിക്കാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അടച്ചു വയ്ക്കുക. ഒരു 20 മിനിറ്റ് നമ്മൾ ഇതിനെ ഇങ്ങനെ തന്നെ അടച്ചു വയ്ക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുന്നത് നന്നായിരിക്കും. അത് കുറച്ച് ഗ്രേവിയുടെ തിക്നെസ് കൂട്ടും. പിന്നെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേവി കറിക്ക് വേണ്ടി വെള്ളം ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എന്തായാലും ഇതിനെ കുറച്ച് നേരം ഇങ്ങനെ വച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ടേസ്റ്റ് നോക്കിയ ശേഷം നിങ്ങളുടെ പാകത്തിന് മുളക് ചേർക്കുകയോ വെള്ളം ചേർക്കുകയോ ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ചൂടാക്കി എടുക്കുക. എന്തായാലും എൻ്റെ ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. ചോറും ബീഫ് കറിയും, പിന്നെ ഞാനൊരു കേബേജ് തോരനും വെച്ചു. അച്ചാറുമുണ്ട്. ഓക്കെ, ഞാൻ എണ്ണ ഒഴിച്ച് കുറച്ച് കട്ടിക്കാണ് ബീഫ് ഉണ്ടാക്കിയത്. വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് ഗ്രേവി ആക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്നതാണ്. എന്തായാലും ബീഫ് കറി റെഡി. താങ്ക് യു ഗൈസ്.